ലോക്സഭയിൽ വനിതാ സംവരണ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കണ്ടു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തുവന്നത്. 6 മണിയോടെയാണ് അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കുക എന്നുകൂടി വ്യക്തമാവുകയാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഈ പിന്നാമ്പുറ ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ എന്താണ് സർക്കാരും ഭരണകക്ഷിയും ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും അനുനയ നീക്കങ്ങളോ മറ്റെന്തെങ്കിലും സാധ്യതകളോ തുറക്കപ്പെടുന്നുണ്ടോ? തിരക്കിട്ട ചർച്ചകളാണ് പാർലമെന്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അല്പസമയം മുമ്പ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കുന്നത് 6 മണിയോടുകൂടിയായിരിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അനുനയ ചർച്ചകളെല്ലാം വിവിധ കോണിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാവുന്നു. നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഒരു തരത്തിലുള്ള അംഗീകരിക്കില്ല എന്നതാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. 543 എന്ന നിലവിലെ ലോക്സഭാ അംഗത്വത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കൂ എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുനയ ചർച്ചകൾ എല്ലാം അപ്പാടെ പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും 6 മണിയോടുകൂടിയായിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിക്കുക. കാരണം ഇപ്പോഴും ചില അംഗങ്ങൾ കൂടി ഇനി പാർലമെന്റിൽ സംസാരിക്കാനുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിവരെ ചർച്ച നീണ്ടു നിന്നിരുന്നു. അതിനുശേഷം ഇന്ന് 11:30 വീണ്ടും ചർച്ച ആരംഭിച്ചെങ്കിലും ഇനിയും അംഗങ്ങൾ ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ സംസാരിക്കാനുണ്ട്. കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ ഈ ചർച്ചയ്ക്കുള്ള മറുപടി അല്പം കൂടി വൈകുന്നത്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഒരുപക്ഷെ 7 മണിയോടുകൂടിയായിരിക്കും വനിതാ സംവരണ ഭേദഗതി ബില്ലിലുള്ള വോട്ടെടുപ്പ് നടക്കുക. ദിൽന പ്രജിത്ത്. ശരി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഈ ബില്ലിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.